ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഉണ്ടപ്പുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ടപ്പുട്ടിൻ്റെ റെസിപ്പിയാണേ. അപ്പോൾ ഞാൻ ബീഫ് ഉണ്ടപ്പുട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ബീഫിലേക്ക് നമുക്ക് ആദ്യം തന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ ഗരം മസാല ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇത് ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മാത്രം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ ഒരു 3 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ എനിക്കിവിടെ 3 വിസിൽ കൊണ്ട് തന്നെ ബീഫൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായി കിട്ടാറുണ്ട്. അപ്പോൾ ഇത് 3 വിസിൽ വന്നിട്ടുണ്ട്. കംപ്ലീറ്റ് പ്രഷർ പോയിട്ട് കുക്കർ ഓപ്പൺ ചെയ്യാം. അപ്പോൾ അതേ നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ വെള്ളം ഇനി വറ്റിച്ചെടുക്കണം. വെള്ളം ഇതിനകത്ത് ഊറ്റി കളയണ്ട. ഇതിൻ്റെ വെള്ളം ഫുള്ളായിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ട് നമുക്ക് ചൂടാറി വരുമ്പോൾ ചോപ്പറിലോ അല്ലെങ്കിൽ മിക്സർ ജാറിലിട്ടോ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ചൂടായ ശേഷം ഇതിലേക്ക് സവോള, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, കറിവേപ്പില, ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷമാണ് നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ചില്ലി ഫ്ലേക്സ്, മഞ്ഞൾപ്പൊടി ഇത്രയും ഐറ്റംസ് ചേർത്ത് റോ ടേസ്റ്റ് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തേങ്ങയുടെ ആ പച്ചമണം മാറി വരണം. ഇനി നമുക്കിതിലേക്ക് ക്രഷ് ചെയ്തിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബീഫ് ചേർത്ത് കൊടുത്ത ശേഷം നമുക്കൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ബീഫ് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. എന്നാലാണ് ബീഫിന് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്ന ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഒരു ബൗളിലേക്ക് നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ഉപ്പോടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നന്നായിട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് കുറച്ച് നേരം അടച്ചു വെക്കണം. കൈ കൊണ്ട് കുഴച്ചെടുക്കാൻ പാകത്തിന് ചൂടാറുമ്പോൾ നമുക്ക് നന്നായിട്ട് കൈകൊണ്ട് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്നുകൂടെ അങ്ങ് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം. അപ്പം നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആയിരിക്കണം നമ്മുടെ മാവ്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു ചെറിയൊരു ബോളായിട്ട് എടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. അതിനുശേഷം നമുക്കിത് ഒന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ നമുക്കൊന്ന് പരത്തിയെടുത്ത ശേഷം ആണ് നമ്മൾ ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുക. നമ്മൾ കോഴിക്കോട്ടെ ഉണ്ടാക്കുമ്പോൾ ഇതിലേക്ക് തേങ്ങയുടെ ഫില്ലിങ് വെച്ച് കൊടുക്കത്തില്ലേ, അതുപോലെ തന്നെയാണ് നമ്മൾ ഇതിലേക്കും ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തി ചിരട്ട പോലെ ആക്കിയെടുത്ത ശേഷമാണ് ഇതിലേക്ക് നമ്മൾ ചൂടാറിയിരിക്കുന്ന ബീഫിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഒട്ടും ക്രാക്സ് വരാത്ത രീതിയിൽ നമുക്ക് നന്നായിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ കുറച്ചെങ്കിലും ക്രാക്സ് ഒക്കെ വരുവാണെങ്കിൽ ഈ മസാലയൊക്കെ പുറത്തേക്ക് ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ക്രാക്സ് ഒന്നും ഇല്ലാത്ത ശേഷം ഉരുട്ടിയെടുത്തിട്ട് ചെറിയ തേങ്ങയിലിട്ട് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഉണ്ടപ്പുട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചെറിയ തേങ്ങയിലിട്ട് കോട്ട് ചെയ്തെടുത്ത ശേഷം നമുക്കൊരു സ്റ്റീമറിലേക്ക് ഇറക്കി വെച്ച് നമുക്കൊരു 20 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ 20 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഉണ്ടപ്പുട്ടൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഉണ്ടപ്പുട്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നല്ല ബീഫ് വെച്ചിട്ട് നമുക്കിത് ചെയ്യാം, ചിക്കൻ വെച്ചിട്ട് ചെയ്യാം.